വേൾഡ് കപ്പ് അടക്കം പലതും നേടിയ കരിയറാണ്. എങ്കിലും MLS കപ്പ് ഫൈനലിന് മുമ്പ് അയാൾക്ക് ആ കടം കൂടി വീട്ടി തീർക്കണം എന്നുണ്ടായിരുന്നു. അതെ, അമേരിക്കൻ മണ്ണിൽ ലയണൽ മെസ്സി മറ്റൊരു കിരീടം കൂടി ഉയർത്തുകയാണ്. ചരിത്രം തിരുത്തി കുറിക്കാൻ ഇറങ്ങിത്തിരിച്ച മനസ്സാണ്. ആ ഇടതുകാലിനെ നമുക്ക് തടയാനാവില്ല. MLS കപ്പ് ഫൈനലിന് വാൻകൂവറുമായി 3-1 എന്ന സ്കോറിൽ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ പൂർണ്ണമാകുന്നത് കാൽപന്തിലെ മറ്റൊരു അധ്യായം കൂടിയാണ്. മുള്ളർ നയിക്കുന്ന ടീമിനെതിരെ ഒരു പ്രധാന മത്സരത്തിൽ അയാളെയും ടീമിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് മെസ്സി ഇന്റർ മിയാമിയെ വീണ്ടും കിരീടമണയിക്കുന്ന സുന്ദരമായ കാഴ്ച. പലവട്ടം കണ്ണീര് സമ്മാനിച്ച ദിനരാത്രികളെ അയാൾ പിന്നീട് ആനന്ദത്തിൻ്റെ രാവാക്കി മാറ്റിയിട്ടുണ്ട്. ഇന്നും അങ്ങനെയൊരു ദിവസമായിരുന്നു. ഇന്റർ മിയാമി MLS കേട്ടുകേൾവി പോലുമില്ലാത്ത കാലത്താണ് അയാൾ കടന്നു വരുന്നത്. എവിടെയോ കിടന്നിരുന്ന അതിസാധാരണമായ ദുർബലമായ ക്ലബ്ബ്. എന്നാൽ ഒരു മജീഷ്യനെ പോലെ അയാൾ പിങ്ക് നിറത്തിലുള്ള ജേഴ്സി എടുത്തണിയുന്നതോടെ കഥ മാറുകയാണ്. പിന്നീട് ലീഗ് കപ്പും MLS ഷീൽഡും നേടുന്നുണ്ട്. അവർക്കയാൾ രക്ഷകനായി അവതരിക്കുന്നു. ഇപ്പോഴിതാ ഏറ്റവും പ്രധാനപ്പെട്ട MLS കപ്പ് എന്ന കൊടുമുടി കൂടെ അമേരിക്കൻ സോക്കറിൽ അയാൾ കീഴടക്കി നിൽക്കുന്നു. ഇതൊരു സമ്മാനം കൂടെയാണ് അയാൾക്ക്. കരിയറിന്റെ സിംഹഭാഗവും കൂടെ കഴിച്ച ബുസ്കറ്റ്സും ജോർദി ആൽബയും തങ്ങളുടെ കാൽപന്ത് കളിയിലെ അവസാന മത്സരം കളിക്കുകയായിരുന്നു. അവർക്ക് വേണ്ടി കൂടെ ക്യാപ്റ്റൻ കൂടെയായപ്പോൾ അയാൾ കിരീടവും അണിയിച്ച് യാത്രയാക്കുന്നു. ആ മത്സരത്തിലും അസിസ്റ്റ് നൽകാൻ അയാൾ മറക്കുന്നില്ല. ലോക ഫുട്ബോളിൽ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു മനുഷ്യൻ. ഇപ്പോഴിതാ കരിയറിൽ 48ാമതും അയാൾ ട്രോഫി ഉയർത്തുകയാണ്. ഒരുപക്ഷെ ഇതൊരു വലിയ സിഗ്നലായിരിക്കാം. അടുത്ത വർഷം ഇതേ മണ്ണിൽ മറ്റൊരു കിരീടം ഉയർത്താനുള്ള മുന്നറിയിപ്പ്. ഇയാളിത് എന്തൊരു മനുഷ്യനാണ്. കിരീടങ്ങൾ വാരിക്കൂട്ടുന്നത് ഇപ്പോഴും തുടരുകയാണ്. പ്രായം കൂടുംതോറും വീര്യം കൂടി വരികയാണല്ലോ. ഇന്ന് മെസ്സി കളിച്ചതുപോലെ ഒരു 16കാരനും കളിക്കാൻ സാധിക്കില്ല. അയാൾക്ക് 3 അല്ല 4 കണ്ണുകളുണ്ട്. അസിസ്റ്റ് കൊടുക്കുന്ന ഓരോ പന്തും എതിർ ടീമുകൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കോലത്തിൽ ഡീപ്പുകൾ പോലും അറിഞ്ഞു കാണില്ല അങ്ങനൊരു അസിസ്റ്റ് വരുമെന്ന്, ഫൈനലിൽ ഞാനൊരു ഗോൾ അടിക്കുമെന്ന്. മെസ്സിക്ക് എന്നും തൻ്റെ സഹകളിക്കാർ ഗോളടിക്കുന്നതിൽ പ്രത്യേക ആനന്ദം കണ്ടെത്തുന്നവനാണ്. അവൻ ഒരു ടീമിൽ കളിക്കുകയാണെങ്കിൽ അവനെ തൃപ്തിപ്പെടുത്താൻ ടീമിലെ മുഴുവൻ ആളുകളെയും പരമാവധി ശ്രമിക്കും. അവനറിയാം ഒരു ടീമായി കളിക്കുമ്പോൾ തൻ്റെ വ്യക്തിഗത നേട്ടങ്ങൾ മാത്രമല്ല, അതിലുപരി ടീം വർക്കാണ് ഓരോ കിരീടം നേടുന്നതിനും മുഖ്യ പങ്ക് വഹിക്കുന്നതെന്ന്. അയാൾ അത് മനസ്സിലാക്കിയതാണ്. മെസ്സി നേടിയ ട്രോഫികളിലെല്ലാം മെസ്സിയുടെ പങ്ക് വളരെ വലുതാണ്. ഇന്ന് 2 അസിസ്റ്റ് എതിരാളികൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല. മെസ്സി കിരീടങ്ങൾ ഇങ്ങനെ വാരിക്കൂട്ടുമ്പോൾ പലർക്കും ഉറക്കം നഷ്ടപ്പെടുകയാണ്. മാസങ്ങൾക്ക് അവൻ എത്ര മനോഹരമായിട്ടാണ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് എതിരാളികൾക്കും പേടി. പ്രഷർ സിറ്റുവേഷനിൽ ഇല്ലെങ്കിൽ പിടിക്കാൻ ഇന്ന് ലോകത്തിൽ ഒരു പ്രതിരോധ താരവും ജനിച്ചിട്ട് പോലുമില്ല. ലയണൽ മെസ്സി ഇന്റർ മിയാമി എന്നൊരു ടീമുണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. അതുമാത്രമല്ല, ഒരു ടീം എങ്ങനെയാകണമെന്നും മെസ്സി കാണിച്ചു കൊടുത്തു. മെസ്സിയുടെ കിരീട നേട്ടത്തിൽ ഓരോ അർജന്റീന ആരാധകരും അഭിമാനിക്കുന്ന നിമിഷമാണ്. ഒന്നുമല്ലാതിരുന്ന ഒരു ടീമിന്റെ തലവര തന്നെ മാറ്റിമറിക്കുക അങ്ങനെ എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷേ അയാളുടെ പേര് മെസ്സി എന്നാണ്. അയാൾക്ക് അസാധ്യമായതൊന്നുമില്ല. ഫുട്ബോൾ മാപ്പിലെ ചർച്ചകളിൽ അധികം ഇടം പിടിക്കാത്ത ലീഗിൽ വലിയ രീതിയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു ടീമിലേക്ക് പോവുക, എന്നിട്ട് അവിടെ ഫുട്ബോൾ ചരിത്രം തന്നെ മാറ്റിയെഴുതുക ആധുനിക കാലത്ത് മെസ്സിക്ക് മാത്രം സാധ്യമായ കാര്യം തന്നെയാണ്. അയാൾ ചരിത്രത്തിൻ്റെ ഭാഗമാവുകയല്ല, പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ്. പലർക്കും ചിന്തിച്ചു നോക്കാൻ പോലും കഴിയാത്ത ചരിത്രം. മെസ്സി ആയതുകൊണ്ടാണ് ഇതൊന്നും വലിയ അത്ഭുതമായി തോന്നാത്തത്.